കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓഫീസിൽ പോവാൻ റെഡിയായി തളത്തിലേക്ക് എത്തുന്ന നിധി നികേഷിനെ വിളിക്കുക. ഹരീഷും സുധീഷും സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. സുഭാഷ് അവൾക്കുള്ള ലഞ്ച് ബോക്സ് കൊണ്ടുകൊടുത്ത് പറയുന്നുണ്ട്, സാധാരണ പെൺകുട്ടികൾക്ക് ഒരുങ്ങാൻ നേരം വേണ്ടതെന്ന് പറയും. ഇതിപ്പോ നേരം എത്രയായി? ഡാ വാട ഇങ്ങോട്ടെന്ന് വിളിച്ച് അടുക്കളയിലേക്ക് പോവുകയാ. സുധീഷ് അവളുടെ അരികിലേക്ക് വന്ന്, ഇന്നത്തേക്ക് വേണമെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ കേട്ടോ എന്ന് പറയേ. എന്തിന് വേണ്ട എന്ന് നിധിയും. അതുകൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹരീഷിനും ചിരി വരുന്നുണ്ട്. അല്ല, ഞാൻ വന്ന് സംസാരിക്കണോ എന്ന് സുധീഷ് ചോദിക്കേ. എന്ത് എന്ന് നിധിയും. അല്ല, ഓഫീസിലെ മറ്റേ ഇഷ്യൂ എന്ന് സുധീഷ് ചോദിക്കേ. ഓഫീസിൽ സുധീഷ് വന്ന് എന്ത് സംസാരിക്കാനാ എന്ന് നിധിയും. അത് ഒരാളെ നല്ല ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ വേണമെങ്കിൽ വന്ന് എന്ന് സുധീഷ് പറയേ. ആര് ചീത്ത പറഞ്ഞു എന്ന് നിധിയും. അല്ല, നിധി ഇന്നലെ പറഞ്ഞില്ലായിരുന്നു എന്ന് സുധീഷ് ചോദിക്കേ. ചീത്ത പറയില്ല, ഞാൻ ചെയ്തവർക്ക് ശരിയായില്ലെന്നാ പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഫീലായി, അത്രയേ ഉള്ളൂ എന്നവൾ പറയേ. അതാ ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ ഞാൻ വന്ന് സംസാരിക്കാം എന്ന് സുധീഷും. സാർ വന്ന് എന്ത് സംസാരിക്കാനെന്ന് നിധി ചോദിക്കേ. അത് നിധിയോടെ ഇനി അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് പറയേ. ഞാൻ എന്താ സ്കൂളിൽ പോകുന്ന കുട്ടിയോ, എന്നെ ചീത്ത പറഞ്ഞു വന്ന് ചോദിക്കെന്ന് പറയാൻ എന്ന് നിധിയും. അത് ഇന്നലെ സങ്കടപ്പെട്ട് പറഞ്ഞോണ്ടേ എന്നവൻ പറയേ. ഞാൻ സങ്കടപ്പെട്ടൊന്നുമില്ല, വളരെ സാധാരണ മട്ടിൽ ഒരു കാര്യം പറഞ്ഞു. അപ്പോഴേക്കും അതിമ കയറി തൂങ്ങാൻ നിന്നോളും എന്ന് നിധി പറയുമ്പോഴേക്കും, എടത്തി ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് നികേഷ് അങ്ങോട്ട് വരികയാ. അപ്പോഴേക്കും സുഭാഷ് ഏട്ടൻ അങ്ങോട്ട് വന്ന് അവനുള്ള ലഞ്ച് ബോക്സും കുറച്ച് പോക്കറ്റ് മണിയും കൊടുക്കുകയാ. സുധീഷ് വീണ്ടും നിധിയോടായി പറയുന്നുണ്ട്, അതേ നിധി, ഇനി ബസ്സിലിരിക്കാൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഞാൻ വന്ന് ഡ്രോപ്പ് ചെയ്തോളാമെന്ന്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നികേഷേ വാ എന്ന് വിളിച്ച് നിധി പോവാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് വീണ്ടും, ഒരു മിനിറ്റ്, ആളുകളൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത കാലാണേ. ഏതെങ്കിലും ഒരുത്തൻ ബസ്സിൽ വെച്ച് വല്ല ദേഹോപദ്രവവും ഏൽപ്പിക്കാൻ വന്നാ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് തീർത്തു കൊടുത്തോളാം അവന്റെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, എനിക്കിപ്പോ ഇങ്ങനെ കൊണ്ട ശല്യമായിരിക്കുന്ന ഇയാളെന്റെ അച്ഛനേക്കാളും വലിയ ടോർച്ചറായല്ലോ. എന്നെ എങ്ങോട്ടും വിടാതെ പൊത്തി പിടിച്ചു വെച്ചത് അച്ഛനാ. ഇനി അഥവാ എങ്ങോട്ടെങ്കിലും പോയാലോ ഇതേപോലെ വിളിച്ച് സ്വൈര്യം കെടുത്തിക്കൊണ്ടിരിക്കും. ഒരു വിധത്തിൽ അവിടുന്ന് പുറത്തു ചാടിയപ്പോ ഇപ്പോ അതിനേക്കാളും വലിയ തലവേദനയാവുകയാണല്ലോ. എന്നെ നോക്കാൻ എനിക്കറിയാം, പ്ലീസ് എന്ന് പറഞ്ഞ് കൈകൂപ്പിക്കൊണ്ട്, നികേഷേ വാടാ. സുഭാഷ് ഏട്ടാ, ഹരീഷേ ബൈ എന്ന് പറയുമ്പോഴേക്കും സുധീഷും ബൈ പറയാൻ കൈയുയർത്തുന്നുണ്ടെങ്കിലും അവൾ അത് മൈൻഡ് ചെയ്യാതെ നികേഷിന്റെ കൂടെ പോവുകയാണ്. അപ്പൊ എനിക്ക് ബൈ ഇല്ലേ എന്ന് പറഞ്ഞ് ചമ്മലോടെ നിൽപ്പാ സുധീഷും. അത്രയും സമയം ചിരി കടിച്ചു പിടിച്ചിരിക്കുന്ന ഹരീഷും പൊട്ടിച്ചിരിക്കുക. താൻ എന്താണ് ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സുധീഷ് ദേഷ്യത്തോടെ അവന്റെ തലക്കടിക്കുമ്പോഴേക്കും, എന്റെ തലയിൽ അടിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേ എന്ന് ഹരീഷും. നീ എന്താടാ എപ്പ നോക്കിയാലും കിക്കി എന്ന് ചിരിച്ചോണ്ടിരിക്കുന്നേ എന്ന് സുധീഷ് ചോദിക്കേ. ഞാൻ എന്റെ വായുണ്ടല്ലേ ചിരിക്കുന്നേ എന്നവൻ പറയേ. ഇനി നീ ചിരിക്കുന്നതും കാണണമല്ലോ എന്ന് പറയേ. ഹരീഷ് പൊട്ടിച്ചിരിക്കേ. സുധീഷ് അവന്റെ കഴുത്തിന് പിടിക്കുമ്പോഴേക്കും, എടാടാ നിർത്തടാ, രാവിലെ തന്നെ അടി തുടങ്ങിയാലുണ്ടല്ലോ, തല തല്ലി പൊട്ടിക്കെട്ടെന്ന് വെച്ച് ഞാൻ എന്റെ പാട്ടിനങ്ങി ഇറങ്ങിപ്പോവും പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് സുഭാഷ് ഏട്ടന്റെ അരികിലേക്ക് ചെന്ന്, അതേ ദാ എന്ന് പറഞ്ഞ് തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് കൊടുക്കുക. എന്താ അത് എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ബാത്റൂം പണിയണ്ടേ, വെച്ചോ എന്ന് സുധീഷും. അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ എന്ന് സുഭാഷ് ചോദിക്കേ. സാരമില്ലെന്നേ, പിടിച്ചേന്ന് പറഞ്ഞ് അത് അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കേ. ഇത് കുറെ ഉണ്ടല്ലോ എന്ന് സുഭാഷ് ഏട്ടൻ. അത്രയൊന്നുമില്ല, ഒരു 10,000 കാണും, കുറച്ചുകൂടി ഞാൻ തന്നോളാമെന്ന് സുധീഷ് പറയുന്നത് കേൾക്കേ. സുഭാഷ് ഏട്ടാ, സുധീഷ് ഏട്ടന്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടുന്നത് തന്നെ വലിയ കാര്യ, വേണ്ടാന്നൊന്നും അബദ്ധത്തിൽ പറഞ്ഞേക്കല്ലേ എന്ന് പറയേ. മിണ്ടാതിരിക്കടാ എന്ന് സുഭാഷ് ഏട്ടനും. പിന്നെ ഞാൻ കാശ് തന്ന കാര്യം നിധിയോട് എന്ന് പറയേ. പറയണ്ടെന്നല്ലേ എന്ന് സുഭാഷ് ഏട്ടനും. പറയണ്ടെന്നല്ല, പറയണം, ഞാൻ തരുന്ന കാശ് കൊണ്ടാണ് ഇത് പണിയുന്നതെന്ന് സുഭാഷ് ഏട്ടൻ അവളോട് പറയണം കേട്ടോ എന്നവ പറയുന്നത് കേൾക്കേ. സുഭാഷ് ചിരിയോടെ അത് സമ്മതിക്കേ. ഹരീഷും ചിരിയോടെ, ഷാജഹാൻ മുംതാസിനെ താജ്മഹൽ പണിഞ്ഞു, സുധീഷ് ഏട്ടൻ ഏട്ടത്തിക്ക് കക്കൂസും എന്ന് പറയേ. സുധീഷ് അവന്റെ നേരെ ചെല്ലുന്നുണ്ടെങ്കിലും, എടാ മതിയിടാ എന്ന് സുഭാഷ് ഏട്ടൻ താക്കീത് ചെയ്യുന്നുണ്ട്. സുധീഷ് വീണ്ടും ഒരു പരുങ്ങലോടെ സുഭാഷ് ഏട്ടാ എന്ന് വിളിക്കേ. എന്തടാ വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് സുഭാഷ് ഏട്ടനും. അവൻ പരുങ്ങലോടെ നിന്ന് കളിക്കേ. അതിന് ഇവന്റെ ഹെൽപ്പ് കൂടി വേണം, ഇവനാണെങ്കിൽ എപ്പോഴും എന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുക എന്ന് സുധീഷ് പറയേ. എന്റെയോ എന്ന് സംശയത്തോടെ ഹരീഷും. നിധിക്കേ ഒരു വണ്ടി വാങ്ങണം, ഞാൻ ഡ്രോപ്പ് ചെയ്യാനൊന്നും അവൾ സമ്മതിക്കില്ല, അവള് ബസ്സിൽ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് സുധീഷ് പറയേ. ഏട്ടത്തി തനിച്ചു പോയി വരട്ടെ, സുധീഷ് ഏട്ടൻ എന്തിനാ എല്ലാത്തിനും കുറുകെ ചാടാൻ നിൽക്കണേ എന്ന് ഹരീഷും. സുധീഷും ദേഷ്യത്തോടെ അവന്റെ അരികിലുള്ള ചെയറിലേക്ക് ചെന്നിരുന്ന, എടച്ചേക്ക നീ വെറുതെ ഭാരിച്ച കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണം, വണ്ടിയുടെ വില എന്താണെന്ന് മാത്രം പറ, വണ്ടി ഉണ്ടെങ്കിൽ അവൾക്ക് സുഖമായിട്ട് ജോലിക്ക് പോവാലോ എന്ന് സുധീഷ് പറയേ. അതിനുള്ള കാശുണ്ടോ എന്ന് ഹരീഷും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അല്ലേ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് പറയേ. എന്നാലേ ഒരു 1.5 ലക്ഷം രൂപയുണ്ടാക്കിക്കോ എന്ന് ഹരീഷും. 1.5 ലക്ഷമോ എന്ന് സുധീഷ് ചോദിക്കേ. സാറ് ഡ്രൈവറായിട്ട് വണ്ടിയുടെ വില കൂട്ടിയതൊന്നും അറിഞ്ഞില്ലേ എന്ന് ഹരീഷ് പറയേ. എടാ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കിയാ പോരെ എന്ന് സുഭാഷ് ഏട്ടനും. അതിപ്പോ എന്ന ആലോചനയോടെ സുധീഷ് ഇരിക്കേ. എടാ ഉപയോഗിച്ചധികം പഴക്കമില്ലാത്ത ഒന്ന്, ഹരീഷ് ബൈക്ക് വാങ്ങിയ പോലെ എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. അതൊക്കെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഹരീഷിനോടായി, എടാ ഹരീഷെ ഈ തട്ടും മുട്ടും പൊട്ടലും ഒന്നും പാടില്ല, വളരെ കുറച്ചോടിയിട്ടുള്ള നല്ല പുത്തം പോലത്തെ ഒരു വണ്ടി, വില കുറച്ച് കുറവ് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഹരീഷും അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നുകൊണ്ട് ഇനി അത് തന്നെ പറഞ്ഞോണ്ട് നിൽക്കണ്ട, വണ്ടി വന്നാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു പോവുകയും സുഭാഷും അവിടുന്ന് പോവാൻ തുടങ്ങുന്ന നേരം സുധീഷ് അങ്ങോട്ട് ചെന്ന് സുഭാഷ് ഏട്ടാ, ചിലപ്പോൾ സുഭാഷ് ഏട്ടനും എന്തെങ്കിലും ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ വണ്ടി വാങ്ങിയത് ഞാൻ ഒറ്റയ്ക്കാന്ന് അവളോട് പറഞ്ഞാൽ മതി. പറയോ പറയില്ലേ എന്ന് സുഭാഷ് ഏട്ടന്റെ കൈ ചേർത്ത് പിടിച്ച് ചോദിക്കെ ചിരിയോടെ നിന്റെ ഒരു കാര്യം എന്ന് സുഭാഷ് ഏട്ടൻ ഇംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് ചോദിക്കേ. മോനെ സുധീഷേ, നീ തിരുവനന്തപുരത്തെ മൃഗശാലയിൽ പോയിട്ടില്ലേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കെ. എത്ര തവണ പോയിരിക്കുന്നു എന്ന് സുധീഷ്. ഈ കുരങ്ങന്മാര് കിടക്കുന്ന കൂട് കണ്ടിട്ടില്ലേ? നമ്മൾ അവരുടെ അടുത്തൂടി പോകുമ്പോ കലപില എന്ന് ബഹളം വെച്ചോണ്ടിരിക്കും. ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാ. എന്നാ ആ സിംഹത്തിന്റെ കൂടിന് മുന്നിലൂടെ പോയി നോക്കിയേ, അവര് നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. എന്നാലും എപ്പോഴെങ്കിലും അടുത്തേക്ക് വരുമെന്ന് കരുതി നമ്മൾ ഇങ്ങനെ കാത്തു നിൽക്കും എന്ന് സുഭാഷേട്ട പറയേ. അത് ശരിയാണ്. അല്ല അതൊക്കെ എന്തിനാ എന്റെ അടുത്ത് പറയുന്നേ എന്ന് ചിരിയോടെ സുധീഷും. നിധിയുടെ മുന്നില് നീ ഒരുമാതിരി കുരങ്ങനാവരുതെന്ന് നിന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ കേട്ടോ എന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ പോകെ സുധീഷും ഒരു ചമ്മലോടെ അവിടെ തന്നെ നിൽപ്പാ. അവിടെ കാബിയോ ബിൽഡേഴ്സിൽ നിധിയും കൂടെയുള്ള സ്റ്റാഫുകളും ഫുഡ് കഴിക്കാനിരിക്കുക. നിധിയും ദിവ്യയും ഒന്നിച്ചൊരു ടേബിളിലാണ് ഇരിക്കുന്നത്. തലേദിവസം നിധിയെ വഴക്കു പറഞ്ഞ ആ സാറിന് കൂടെയുള്ളവൻ തന്റെ ലഞ്ച് ബോക്സിൽ നിന്ന് ഒരു ചിക്കൻ പീസ് എടുത്ത് സാർ ചിക്കൻ എന്ന് പറഞ്ഞ് നീട്ടെ. അദ്ദേഹവും ദേഷ്യത്തോടെ ഞാൻ നിങ്ങളോട് ചിക്കൻ ചോദിച്ചോ എന്ന് പറയേ. സാർ അല്പം എന്നവനും. ഇന്ന് വൈകിട്ട് എനിക്ക് അമ്മയും കൊണ്ട് അമ്പലത്തിൽ പോകാനുള്ളതാ, അതറിയോ നിനക്കെന്ന് പറഞ്ഞ് സാർ ഉച്ചവയ്ക്കേ. സോറി സാർ എന്നവനും. അത് കാണേ ദിവ്യയും നിധിയോടായി പറയുന്നുണ്ട്, മോഹൻ സാർ അങ്ങനെയാ, എപ്പോഴും റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഈ ഓഫീസിലെ മറ്റുള്ളവരിൽ നിന്ന് ശരിക്കും മാറി നിൽക്കുന്ന ഒരേ ഒരാൾ. പക്ഷേ ആള് പാവാന്ന് ദിവ്യ നിധിയോടായി പറയുമ്പോഴേക്കും അങ്ങോട്ട് മാറിയിരിക്കടാ എന്ന് മോഹൻ കൂടെ ഇരിക്കുന്നവനെ വഴക്ക് പറയുന്നു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നിധിയുടെയും ദിവ്യയുടെയും ടേബിളിനരിയിലേക്ക് വന്ന് നിധി അല്പം ചിക്കൻ എന്ന് പറയേ. വേണ്ട, ഇവിടെ ഉണ്ടല്ലോ എന്ന് നിധിയും. എന്താ ചിക്കൻ കഴിക്കില്ലേ എന്നവൻ ചോദിക്കേ. കഴിക്കും എന്ന് നിധിയും. അപ്പൊ സാരമില്ല ദാ എന്ന് പറഞ്ഞ് അവൻ ഒരു പീസ് ചിക്കൻ എടുത്ത് നിധിയുടെ ലഞ്ച് ബോക്സിലേക്ക് വെക്കേ. എനിക്കുള്ളത് ദാ ഇവിടെ എന്ന് പറഞ്ഞ് ദിവ്യയും തന്റെ ലഞ്ച് ബോക്സ് കാണിക്കുന്നുണ്ട്. അവൻ അവർക്ക് അത് കൊടുത്ത് വേറൊരു ടേബിളിൽ മാറിയിരുന്ന് കഴിക്കുമ്പോഴേക്കും അങ്ങോട്ട് വന്ന സിദ്ധാർത്ഥം എനിക്കൊരു സീറ്റ് ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കേ. ബോസ് ദാ ഇങ്ങോട്ട് വായെന്ന് ദിവ്യ വിളിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് അവരുടെ ടേബിളിലേക്ക് വന്നിരുന്ന് ദിവ്യയുമായി നല്ല കൂട്ടായെന്ന് തോന്നുന്നു. ഹൗസ് യുവർ ജോബ് നിധി എന്ന് ചോദിക്കേ. ഗോയിങ് ഗുഡ് എന്ന് നിധിയും. സിദ്ധാർത്ഥ് തന്റെ ലഞ്ച് ബോക്സ് തുറക്കുമ്പോഴേക്കും എന്താ ബോസ് ഡയറ്റ് ആണോ? ചിക്കൻ സാലഡ് വിത്ത് എഗ് എന്ന് ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ദിവ്യ ചോദിക്കേ. എസ്, പ്രോട്ടീൻ ഫ്രണ്ട്ലി ഡയറ്റ്. ദിവ്യക്ക് ഇത് ട്രൈ ചെയ്യാലോ, ഹെൽത്തിയാ എന്ന് സിദ്ധാർത്ഥ് പറയേ. എന്താ ബർഗർ ഹെൽത്തി അല്ലേ എന്ന് ദിവ്യയും. പിന്നെ ആ ബണ്ണും അതിൽ പാച്ച് ചെയ്തിട്ടുള്ള ചീസും മയണൈസും എല്ലാം കൂടിയാവുമ്പോ ഭയങ്കര ഹെൽത്തിയാ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥം ഫുഡ് കഴിക്കാനായി തുടങ്ങുകയാ. അങ്ങനെ അവർ ഓരോന്നും സംസാരിച്ച് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. ഒടുവിൽ കഴിച്ചു കഴിഞ്ഞ് നിധിയും എന്നാ ഞാൻ എണിക്കട്ടെ എന്ന് പറഞ്ഞ് തന്റെ ലഞ്ച് ബോക്സുമായി എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവിടെ ടാക്സിയിൽ ഇരിക്കായിരുന്ന സുധീഷും തന്റെ വാച്ച് നോക്കി ഇപ്പൊ കൃത്യസമയമായി കാണും, വിളിക്കാം എന്ന് പറഞ്ഞ് തന്റെ മൊബൈൽ എടുത്ത് നിധി വിളിക്കുകയാണ്. ലഞ്ച് ബോക്സ് എല്ലാം കഴുകി തിരികെ എത്തിയ നിധിയും തന്റെ മൊബൈൽ റിങ് ചെയ്യുന്ന കണ്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് മൊബൈലുമായി പോയി മാറി നിന്ന് സംസാരിക്കുകയാ. ഹലോ, ജോലിയിലാണോ എന്ന് സുധീഷ് ചോദിക്കെ. അല്ല പറഞ്ഞോ എന്ന് നിധിയും. അല്ല ഇപ്പോൾ ലഞ്ച് ടൈം അല്ലേ എന്ന് സുധീഷ് ചോദിക്കെ. അതെ കഴിച്ചു കഴിഞ്ഞു എന്ന് നിധിയും. അതാ ഞാൻ സമയം നോക്കി കറക്റ്റ് സമയത്ത് വിളിച്ചതേ. ആക്ച്വലി ഞാൻ നിധിയുടെ ഓഫീസിനടുത്തുണ്ട് കേട്ടോ എന്നവൻ പറയാ. അമ്പരപ്പോടെ ഓട്ടം വന്നതാണോ എന്ന് നിധിയും. ആ നമുക്ക് കാണണോ എന്ന് സുധീഷ് ചോദിക്കെ. എന്തിന്? അല്ല ലഞ്ച് ടൈം അല്ലേ എന്ന് സുധീഷ് ചോദിക്കെ. അതൊന്നും പറ്റില്ല, എനിക്ക് ജോലിയുണ്ടെന്ന് നിധിയും. കഴിച്ചല്ലോ അല്ലേ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കെ. അത് ഞാൻ പറഞ്ഞല്ലോ എന്നവളും. ആ ശരിയാ, ഇന്ന് സുഭാഷേട്ടന്റെ സാമ്പാറും എഗ് ബുർജിയും ഉണ്ടായിരുന്നല്ലേ എന്ന് സുധീഷ് ചോദിക്കെ. അതെ എന്നവളും. അപ്പോ എനിക്കും അത് തന്നെ ആയിരിക്കും. അതങ്ങനെ വെച്ചിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഒരു നല്ല ബിരിയാണി കഴിച്ചാലോ എന്ന് ആലോചിക്കുക എന്ന് സുധീഷ് പറയേ. എന്തിന്? ഫുഡ് നല്ലതാണല്ലോ, മര്യാദയ്ക്ക് കഴിച്ചോ, വെറുതെ എന്തിനാ പൈസ കളയുന്നേ? എഗ് ബുർജി ഞാനാ ഉണ്ടാക്കിയതെന്ന് നിധി പറയേ. ആണോ? എന്ന് ഉറപ്പായിട്ടും ഞാൻ അത് മിസ് ചെയ്യില്ല. പോരെ, ഓഫീസിലിപ്പോ പുതിയ കൂട്ടുകാരൊക്കെ ആയില്ലേ എന്നവൻ ചോദിക്കേ. ഓവ് എന്ന് നിധിയും. അപ്പോഴേക്കും മോഹൻ സാർ ഇരിക്കുന്ന ടേബിളിന്റെ അപ്പുറത്തെ ടേബിൾ ഒരു സ്റ്റാഫ് വന്ന് ക്ലീൻ ചെയ്യുകയാ. നിധിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് സുധീഷ് ചോദിക്കെ. ഇവിടെ നിറയെ ആളുണ്ട്, ഓഫീസ് ടൈമല്ലേ എന്ന് നിധി പറയുമ്പോഴേക്കും മോഹൻ സാറിന്റെ ടേബിളും അവൻ വന്ന് ക്ലീൻ ചെയ്യുന്നതിനിടെ വേസ്റ്റ് സാറിന്റെ ദേഹത്തേക്ക് വീഴുകയാ. അദ്ദേഹം ദേഷ്യത്തോടെ എഴുന്നേറ്റ് ഏയ് എന്താ ഈ കാണിക്കണേ? വിവരമുണ്ടോ നിനക്ക്? ഒരു ജോലിയും ശരിക്കും ചെയ്യാൻ അറിയില്ല, നീയൊക്കെ എന്തിനാ ജോലിക്ക് വരുന്നേ? നിന്നെപ്പോലെ ഒരാളെ ജോലിക്ക് എടുത്തവന് വേണം പറയാൻ എന്നൊക്കെ മോഹൻ ദേഷ്യത്തോടെ വഴക്ക് പറയുന്നത് മൊബൈലിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സുധീഷും. നിധി എന്താ പ്രശ്നം? നിധി ആരാ ഇയാളെ ചീത്ത വിളിക്കുന്നേ എന്നൊക്കെ ടെൻഷനോടെ ചോദിക്കേ. ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് നിധി പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുക. അപ്പോഴേക്കും സിദ്ധാർത്ഥ മോഹന്റെ അരികിലേക്ക് വന്ന് ഏയ് മോഹൻ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ എന്ന് ചോദിക്കേ. ഇത് കണ്ടില്ലേ സാർ എന്ന് മോഹനും. അവ മനഃപൂർവ്വമല്ലല്ലോ, അത് വിട്, കൺട്രോൾ യുവർ സെൽഫ് എന്ന് മോഹനോടായി പറഞ്ഞ്. മോനെ സോറി കേട്ടോ എന്ന് സിദ്ധാർത്ഥ അവനോടായി പറയുന്നു. അത് കാണേ നിങ്ങൾ എന്തിനാ സാറേ ഇവനോട് സോറി പറയുന്നേ? തെറ്റ് ഇവന്റെ കയ്യിലാ എന്ന് മോഹൻ പറയേ. തെറ്റ് നിങ്ങളുടെ കയ്യിലും ഉണ്ട് മോഹൻ.
പക്ഷേ നിങ്ങൾ സോറി പറയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ, ആരെയും ശകാരിക്കാനുള്ള റൈറ്റ്സ് നമുക്കില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, മോഹൻ കഴിക്കാൻ നോക്ക് എന്ന് സിദ്ധാർത്ഥ് പറയേ മോഹനം കഴിക്കാനിരിക്കുക. സിദ്ധാർത്ഥം ആ സ്റ്റാഫിന്റെ തോളത്ത് കൈവച്ച് നടന്നു നീങ്ങി. ഡാ സോറി ഇടാന്ന് പറയേ കുഴപ്പമില്ല സാറെന്ന് അവനും. പക്ഷേ ഇനി മുതൽ കഴിക്കുന്ന സമയത്ത് ടേബിൾ ക്ലീൻ ചെയ്യാനായി നിൽക്കരുത്. ഒരു ടേബിൾ ഒഴിയുമ്പോൾ വേണം വരാൻ എന്ന് സിദ്ധാർത്ഥ് അവനെ ആശ്വസിപ്പിക്കേ ഓക്കെ എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോവുക. സിദ്ധാർത്ഥ് വീണ്ടും ദിവ്യയുടെ അരികിലേക്ക് ഇരുന്ന് ഹെൽത്തി ഫുഡ് കഴിച്ച് തീർന്നില്ല എന്ന് ചോദിക്കേ. ബോസ് യു ആർ ഇൻക്രെഡിബിൾ എന്ന് ദിവ്യയും. താങ്ക് യു എന്ന് സിദ്ധാർത്ഥ് പറയുമ്പോഴേക്കും അങ്ങോട്ട് വന്നത് കേട്ടു നിൽക്കുകയായിരുന്ന നിധിയും ചിരിയോടെ തന്റെ ലഞ്ച് ബോക്സുമായി പോവുകയാണ്. ദേഷ്യം നിയന്ത്രിക്കാനാവാതെ സുധീഷ് അപ്പോഴേക്കും നിധിയുടെ കമ്പനിയിലേക്ക് എത്തിയിരുന്നു. പുറത്ത് കാർ നിർത്തി കാറിൽ നിറങ്ങി അവൻ നിധിയെ വിളിക്കുന്നുണ്ടെങ്കിലും സുധീഷ് ആണെന്ന് കണ്ട അവൾ കോൾ എടുക്കാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും അവൻ വിളിക്കുന്നുണ്ടെങ്കിലും നിധി ആ കോൾ കട്ട് ചെയ്യുകയാണ്. ദേഷ്യത്തോടെ അവൻ ആ ഓഫീസിനകത്തേക്ക് കയറി ചെന്ന് റിസപ്ഷനിൽ ചെന്ന് എക്സ്ക്യൂസ് മീ, ഈ ഓഫീസിൽ നിധി എന്നൊരാൾ വർക്ക് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കേ. അതെ, അപ്പുറത്ത് അവരുടെ ഓഫീസ്, അങ്ങോട്ട് ചെന്നാൽ മതി എന്ന് റിസപ്ഷനിസ്റ്റും. ഓക്കെ എന്ന് പറഞ്ഞ് സുധീഷും നിധിയുടെ ഓഫീസിനകത്തേക്ക് കയറി ചെന്ന് നിധിയുടെ ടേബിളിനരികിലേക്ക് ചെന്ന് നിധി എന്ന് വിളിക്കെ ഒരു ഞെട്ടലോടെ എഴുന്നേറ്റ് നിധിയും നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. മോഹൻ സാറും നിധിയുടെ ഓപ്പോസിറ്റ് ഇരുന്ന് ജോബ് ചെയ്തുകൊണ്ടിരിക്കുക. ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കെ. എന്തു കുഴപ്പം, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ എന്ന് നിധിയും. ആരോ തന്നെ ചീത്ത വിളിച്ചില്ലേ, അതാരാ പറ എന്ന് സുധീഷ് ചോദിക്കെ. നിധി പരിഭ്രമത്തോടെ ചുറ്റും നോക്കിക്കൊണ്ട് ആര് ചീത്ത വിളിച്ചുന്നാ എന്ന് നിധിയും. അപ്പോഴേക്കും എല്ലാവരും അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ കേട്ടതാണെന്നേ, നിനക്ക് വിവരമില്ലേ എന്നൊരാൾ ചോദിച്ചില്ലേ എന്ന് വിരലിനൊടിച്ചുകൊണ്ട് സുധീഷും ചോദിക്കുക. ആരത്? അല്ല, ഈ സ്ഥാപനത്തിൽ തന്നെ ജോലിക്കെടുത്തവരെ പറഞ്ഞ മതി എന്ന് പറഞ്ഞില്ലേ? അവന് വിളി, അവൻ ആരാ? വിളി അവൻ ആരാന്ന് പറഞ്ഞിതി ആരാന്ന് പറന്ന് എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കേ. ഒന്നുമില്ല, നിങ്ങൾ ദയവ് ചെയ്ത് പോവാൻ നോക്ക് എന്ന് പരിഭ്രമത്തോടെ നിധിയും. അത് ശ്രദ്ധിച്ചിരിക്കുന്ന മോഹൻ സാറും ആരാ നിധി ഇത്, ഒരു മാനേഴ്സും ഇല്ലാതെ ഓഫീസിൽ വന്നിങ്ങനെ ബഹളം വെക്കുന്നേ എന്ന് ചോദിക്കേ. അത് ശരി എന്ന് സുധീഷും. ഇതാരാ ബോയ് ഫ്രണ്ടാ? നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഈ ഓഫീസിന് വെളിയിൽ വെച്ചാകണമെന്ന് എന്താ നിധിക്ക് അറിയില്ലേ എന്നൊക്കെ മോഹൻ ഒച്ച വെക്കുമ്പോഴേക്കും ഓഹോ, അപ്പോ ഇയാളാണല്ലേ നിധിയെ ചീത്ത വിളിച്ചത് അല്ലേ എന്ന് ചോദിച്ച് സുധീഷും മോഹന്റെ അരിയിലേക്ക് ചെല്ലുകയും നിധിയും പരിഭ്രമത്തോടെ അവരുടെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോഴേക്കും എന്താ സാറേ, നിങ്ങളുടെ ഓഫീസിലേക്ക് ജോലിക്ക് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചീത്ത വിളിക്കാന്നാണോ? അല്ല, ഇതൊക്കെ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിച്ചോ എന്നൊക്കെ ചോദിക്കേ. സുധീഷേ പ്ലീസ് എന്ന് പറഞ്ഞ് നിധി അവനെ പിടിച്ചു വലിക്കുന്നുണ്ടെങ്കിലും മിണ്ടാതിരിക്കെ എന്നവളോടായി പറഞ്ഞ് വീണ്ടും മോഹനോടായി ഞാനുണ്ട് സാറേ ചോദിക്കാൻ. വിവരമില്ലേ നിനക്കെന്നാണോ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ചോദിക്കേണ്ടത് എന്ന് സുധീഷ് ചോദിക്കുന്നത് കേൾക്കെ മോഹനം ദേഷ്യത്തോടെ നിധിയെ നോക്കുകയാ. നിധിയും വെപ്രാളത്തോടെ സുധീഷേ പ്ലീസ് ഒന്ന് പോവാൻ നോക്ക് എന്ന് പറയേ. നിധി, ഇന്നലെ ഒരുത്തൻ ഓഫീസിൽ നിന്ന് ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഇയാളാണോ? പറ എന്ന് പറയേ. അയ്യോ എന്ന് ടെൻഷനോടെ പറയുന്നുണ്ട് നിധിയും. എനിക്കറിയാം, അതും ഇയാൾ തന്നെ ആയിരിക്കും എന്നവളോടായി പറഞ്ഞേ. പുതുതായിട്ട് ഓഫീസിൽ ജോലി ചെയ്യുന്നവരോട് ഒന്ന് മര്യാദയ്ക്കൊന്ന് സംസാരിച്ചൂടെ സാറേ എന്ന് സുധീഷ് ചോദിക്കേ. താൻ ആരടോ എന്ന് ചോദിച്ച് മോഹൻ എഴുന്നേറ്റ് നിധി വാട്ട് ഇസ് ദിസ് എന്ന് ചോദിക്കുന്നുണ്ട്. സോറി മോഹൻ സാർ എന്ന് നിധി പേടിയോടെ പറയേ. എന്ത് സോറി? ഇയാളെ ഭീഷണിപ്പെടുത്തുന്നതിനാണോ സോറി എന്ന് മോഹനും. ഏയ് സുധീഷ് എന്തോ തെറ്റിദ്ധരിച്ച് വന്നതാ, ഐ എം സോറി മോഹൻ സാർ എന്ന് നിധിയും. അത് കണ്ട് സുധീഷും ഇയാൾ എന്തിനാ സോറി പറയാൻ നിൽക്കുന്നേ? ദേ, ഞാൻ ഇവൾ വിളിച്ചിട്ട് വന്നതൊന്നുമല്ല, നിങ്ങൾ ചീത്ത വിളിക്കുന്നത് ഫോണിലൂടെ നന്നായിട്ട് കേൾക്കാമായിരുന്നു, അതാ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെയൊക്കെ പെൺകുട്ടികളോട് സംസാരിക്കാൻ പാടുണ്ടോ? പറ എന്ന് സുധീഷ് പറയേ. നിധി, ദിസ് ഈസ് ടു മച്ച്, എന്റെ ക്ഷമയ്ക്കും ഒരതിരുണ്ട്, ആദ്യം ഇയാളോട് പുറത്തു പോകാൻ പറ എന്ന് മോഹൻ ഒച്ചവയ്ക്കേ. തന്റെ ക്യാബിന്റെ ഗ്ലാസ് ഡോറിനരികിലെത്തുന്ന സിദ്ധാർത്ഥം അതും ശ്രദ്ധിച്ചു നിൽപ്പാ. നിങ്ങൾ എന്തു ചെയ്യും സാറേ, പറയണം എന്ന് സുധീഷ് വെല്ലുവിളിക്കേ. സുധീഷേ ഒന്ന് പുറത്തേക്ക് പോ പ്ലീസ് എന്ന് നിധിയും. ചുമ്മാ ഇരിക്കെ എന്നവളോടായി പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ ചെയ്തത് ശരിയാണെന്നാ? ആണോ, നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും സിദ്ധാർത്ഥ് അങ്ങോട്ട് വന്ന് ഏയ് വാട്ട്സ് ഹാപ്പനിങ്, ആരാ ഇയാള് എന്ന് ചോദിക്കേ. നിധിയും പരിഭ്രമത്തോടെ സോറി സാർ, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് സുധീഷിന്റെ കയ്യിൽ പിടുത്തമിട്ട് സുധീഷ് വാ എന്ന് വിളിക്കേ. കൈ തട്ടി മാറ്റി താനൊന്നും മിണ്ടാതിരിക്കേ. എന്തിനാ ഇങ്ങനെ പേടിക്കണത്? നമ്മൾ ശമ്പളം വാങ്ങുന്നുണ്ടായിരിക്കും, പക്ഷേ അതിനിങ്ങനെ അടിമയായിട്ട് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വീണ്ടും ഒച്ചവെക്കേ. നിധി പരിഭ്രമത്തോടെ വീണ്ടും അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് ഒന്ന് വന്നേ, വരാനാ പറഞ്ഞത്, ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുപോയേ. സുധീഷ് വീണ്ടും വിളിച്ചു പറയുന്നുണ്ട്. സാറ് കേട്ടല്ലോ, ഇനി നിധിയെ വഴക്കു പറയും ചീത്ത പറയൊന്നും വേണ്ട കേട്ടോ, പറഞ്ഞേക്കാം. താനിക്ക് അറിഞ്ഞൂടെ ഈ സുധീഷിനെ എന്നൊക്കെ വിളിച്ചു പറയുമ്പോഴേക്കും ഇങ്ങോട്ട് വാ പ്ലീസ് എന്ന് പറഞ്ഞ് നിധി അവനെ പുറത്തേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. ഓഫീസിന് പുറത്തെത്തിയ സുധീഷും വീടെന്നെ എന്ന് പറഞ്ഞ് തന്റെ കൈവിടി വെച്ച് നിധി ആ ആളെ കണ്ട് നിധി എന്തിനാ പേടിക്കുന്നേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയേ. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്ന് നിധി. എന്താ നടന്നതെന്ന് നിങ്ങൾക്കറിയോ? മോഹൻ സാർ ചീത്ത വിളിച്ചത് വേറൊരാളെയാ, അതിന് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്ന് ബഹളം ഉണ്ടാക്കുന്നേ എന്ന് നിധി ചോദിക്കേ. താൻ വെറുതെ നോണ പറയില്ലേ നിധി, ഇന്നലെ നിധി എന്റെ അടുത്ത് പറഞ്ഞതാ എന്ന് സുധീഷും. എന്ത് പറഞ്ഞു? ഇങ്ങനെ ഓഫീസിൽ വന്ന് ബഹളം ഉണ്ടാക്കാൻ പറഞ്ഞു. പ്ലീസ് ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, ഇനി മേലാൽ ഓഫീസിന്റെ പരിസരത്ത് കണ്ടാ ഇറങ്ങി പോവാൻ നോക്ക് എന്ന് നിധി ദേഷ്യത്തോടെ പറയേ. നിധി, ഞാൻ ഇയാൾക്ക് വേണ്ടിയിട്ടാണോ വന്നേ എന്ന് സുധീഷും അമ്പരപ്പോടെ പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി ഇനി ഇയാൾ ഒന്നും ചെയ്യണ്ട,
ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ഇയാളോട് പറഞ്ഞോ? ഇല്ലല്ലോ. ഇപ്പൊ ദയവ് ചെയ്തൊന്ന് പോവാൻ നോക്ക്, പോവാൻ എന്ന് നിധി ഒച്ചവയ്ക്ക് ടെൻഷനോടെ. പോവാം എന്ന് സമ്മതിച്ച് സുധീഷും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. നിധി വീണ്ടും ഓഫീസിലെത്തുമ്പോഴേക്കും സിദ്ധാർത്ഥ് അവിടെ മോഹനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്കൊന്ന് ക്ഷമയോടെ സംസാരിച്ചുകൂടായിരുന്നോ എന്ന് സിദ്ധാർത്ഥ് ചോദിക്കെ. അതിനാരാണെന്ന് അറിയണ്ടേ സാർ എന്ന് പറഞ്ഞ മോഹൻ അങ്ങോട്ട് വരുന്ന നിധിയെ കണ്ട് ദാ വരുന്നു, ചോദിച്ചു നോക്ക് എന്ന് പറയേ സിദ്ധാർത്ഥും നിധിയുടെ അരികിലേക്ക് ചെന്ന്, നിധി വാട്ട്സ് ദിസ്? ആരയാള് ഓഫീസിലൊക്കെ വന്നിങ്ങനെ ബഹളം വെക്കാന്ന് വെച്ചാ എന്നൊച്ചവയ്ക്കേ കൈകൂപ്പി സങ്കടത്തോടെ ഐ എം സോറി സാർ, ഇവിടെയുള്ള എല്ലാവരോടും സോറി. മോഹൻ സാർ, ഐ ആം എക്സ്ട്രീംലി സോറി. ആ വന്നത് എന്റെ ഒരു റിലേറ്റീവാ. എന്നെ ജോലിക്ക് അയക്കില്ലെന്നായിരുന്നു വീട്ടുകാരുടെ നിലപാട്. എന്റെ ആഗ്രഹം കൊണ്ടും പിടിവാശി കൊണ്ടുമാ അവസാനം അയച്ചത്. ഇന്നുച്ചയ്ക്ക് സുധീഷിനെ മൊബൈലിൽ വിളിച്ചപ്പോ മോഹൻ സാർ ഒരാളെ ചീത്ത വിളിക്കുന്നത് കേട്ടു. അത് എന്നെയാണെന്ന് വിചാരിച്ചാ ഇങ്ങോട്ട് വന്നത്. എന്നെ ആണെങ്കിൽ തന്നെയും ഇങ്ങോട്ട് വരാൻ പാടില്ലാത്തതാ. ഐ എം സോറി എന്ന് നിധി പറയുമ്പോഴേക്കും എന്താ നിധി ഇത് സ്കൂളോ? എന്തെങ്കിലും സംഭവിച്ച ഉടനെ രക്ഷിതാക്കൾ ചോദിക്കാൻ വരാൻ എന്ന് കൂടെയുള്ളൊരു സ്റ്റാഫ് ചോദിക്കെ ഐ എം സോറി സഞ്ജീവ് എന്ന് അവനോടായി പറഞ്ഞ് വീണ്ടും സിദ്ധാർത്ഥിനോടായി സോറി സാർ, ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പ്ലീസ് എന്ന് സങ്കടത്തോടെ പറയേ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇനി മേലാൽ ഓഫീസിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതെ നോക്കണം, സംഭവിക്കാൻ പാടില്ല എന്ന് പറയേ നിധിയും ടെൻഷനോടെ തലകുലുക്കി സമ്മതിക്കുക. സിദ്ധാർത്ഥം കൈയടിച്ചുകൊണ്ട് അപ്പൊ ഓക്കെ എല്ലാവരും ജോലിക്ക് കയറ് എന്ന് പറഞ്ഞ് തന്റെ ക്യാബിനിലേക്ക് പോവേ. മറ്റുള്ളവരും അവരുടെ ജോലിയിലേക്ക് തിരിയുന്നുണ്ട്. നിധിയും ടെൻഷനോടെ തന്റെ ചെയറിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അവിടെ ഹരീഷിന്റെ മെക്കാനിക്കൽ ഷോപ്പിൽ അവൻ ജോലി ചെയ്യുന്നത് നോക്കി അടുത്ത് തന്നെ ഇരിപ്പുണ്ട് നീതു. പ്രണയത്തോടെ അവൾ നോക്കിയിരിക്കുന്നത് കാണേ അത് ശ്രദ്ധിച്ച് ഹരീഷും ടിറ്റയോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുമ്പോഴേക്കും എന്താ നീതു വീട്ടിലേക്ക് പോകുന്നില്ലേ? കുറെ നേരമായല്ലോ എന്ന് ടിറ്റോയും ചോദിക്കുക. എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാ പോണ്ടേന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്ന് നിധി പറയേ. എന്നാ പോയിക്കൂടെ എന്ന് ഹരീഷും. ഒന്ന് കൊണ്ടാക്കി തരാൻ പറഞ്ഞില്ലേ എന്ന് നിധി ചോദിക്കേ. എനിക്ക് പണിയുള്ളത് കണ്ടൂടെ എന്ന് ഹരീഷും. അതല്ലേ തീരണവരെ ഞാൻ വെയിറ്റ് ചെയ്യണേ എന്ന് നിധി ചോദിക്കേ. അല്ല നീതു, നിനക്കൊരു ശകടം ഉണ്ടായിരുന്നല്ലോ, അതെവിടെ എന്ന് ചന്തു ചോദിക്കേ. അതിപ്പോ നിന്റെ മെക്കാനിക്കിന്റെ മിടുക്ക് കൊണ്ടേ ഇപ്പൊ ഓടുന്നില്ല, ഇനി വേറെ മെക്കാനിക്കിനെ നോക്കണോ ആവോ എന്ന് നീതു പറയേ. ദേ ഞങ്ങളുടെ മെക്കാനിക്കിനെ മാത്രം കുറ്റം പറയരുത് എന്ന് ടിറ്റോയും പറയുന്നുണ്ട്. ഇനി അതും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട കേട്ടല്ലോ എന്ന് ഹരീഷ് പറയേ. അതാലോചിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ചെയ്യാന്ന് നീതുവും. അതൊന്നും പറ്റില്ല, എന്നിട്ട് വേണം നിന്റെ ഓട്ടോക്കാരൻ തന്ത വന്ന് എന്നോട് അണിയുണ്ടാക്കാൻ എന്ന് ഹരീഷ് പറയേ. അത്രയ്ക്ക് പേടിയാണോ? ഇപ്പോഴേ പേടിച്ചാ ഇനി അങ്ങോട്ട് പോകുമ്പോഴോ എന്ന് നീതുവും. ദേഷ്യത്തോടെ ഹരീഷും എന്റെ ടിറ്റോ ഒന്ന് പോവാൻ പറയടാ എന്ന് പറയേ. അവനല്ല എന്നോട് പോകാൻ പറയാൻ എന്ന് നീതുവും. ഞാൻ അങ്ങനെ പറയില്ല പോരെ എന്ന് ടിറ്റോ ചോദിക്കേ. നീതുവും സന്തോഷത്തോടെ ചിരിക്കുക. ടു റൊമാൻറ്റിക് പാർട്ട്നേഴ്സ് ഓൺ എ സിംഗിൾ ബൈക്ക്, അതൊരു മനോഹരമായ കാഴ്ചയാണ് എന്ന് ടിറ്റോ പറയുമ്പോഴേക്കും ഹരീഷേ ദേ വണ്ടിക്ക് ബ്രേക്കില്ല, ഒന്ന് നോക്കിയേ എന്ന് പറഞ്ഞ് ഒരു സ്കൂട്ടിയും തള്ളിക്കൊണ്ട് ഒരു ചേട്ടൻ അങ്ങോട്ട് വരിക. ആ സെന്റർ സ്റ്റാൻഡിട്ടെ എന്ന് പറഞ്ഞ് ഹരീഷ് അങ്ങോട്ട് ചെന്ന് ആ സ്കൂട്ടർ റെഡിയാക്കാനായി തുടങ്ങുമ്പോഴേക്കും ആ ചേട്ടനും നീതുവിനെ കണ്ട് ഈ പെണ്ണെന്താ ഇവിടെ വന്നിരിക്കുന്നേ എന്ന് പറഞ്ഞ് സംശയത്തോടെ നോക്കി നിൽക്കേ. അത് ശ്രദ്ധിക്കുന്ന ഹരീഷും ചേട്ടോയ് ബ്രേക്ക് സെറ്റാക്കിയിട്ടുണ്ട് എന്ന് പറയേ. എത്രയായി ആ ചേട്ടൻ? ഒന്നും വേണ്ട എന്ന് ഹരീഷ് പറയേ. ആ ചേട്ടനും വണ്ടി കയറി നീതുവിനെ ഒന്ന് സംശയത്തോടെ നോക്കിക്കൊണ്ട് വണ്ടി ഓടിച്ചു പോവുകയാ. ഹരീഷും നീതുവിന്റെ അടുത്തേക്ക് ചെന്ന് ദേ വരുന്നവരും പോകുന്നവരും ഒക്കെ കാണുന്നുണ്ട്, ഒന്ന് പോയേ എന്ന് പറയേ. എന്നെ കൊണ്ടുവിടാൻ ഞാൻ പറഞ്ഞില്ലേ എന്ന് നീതു പറയേ. ദേഷ്യത്തോടെ വാ വന്ന് തുലക്കി എന്ന് പറഞ്ഞവൻ ചെന്ന് തന്റെ ബൈക്കിൽ കയറി നീതുവും അവന്റെ പുറകിലേക്ക് കയറി ഇരിക്കുക. രണ്ട് സൈഡിലേക്കും കാലിട്ടിരിക്കണ അവളെ കണ്ട് ഇങ്ങനെയാണോ ഇരിക്കണേ എന്ന് ഹരീഷ് ചോദിക്കേ. ബൈക്കിലിരിക്കണത് ഇങ്ങനെയല്ലേ, അല്ലാതെ ബസ്സില് ബെഞ്ച് സീറ്റിൽ ഇരിക്കണ പോലെയല്ല എന്ന് പറഞ്ഞവന്റെ തോളത്ത് കൈവയ്ക്കേ. ഇതിനെ കൊണ്ടാക്കിയിട്ട് വരടാ എന്ന് ഹരീഷ് ടിറ്റോയോട് വിളിച്ചു പറയുന്നു. നീതുവും സന്തോഷത്തോടെ ടിറ്റോയോടെ ടാറ്റ ബൈ ബൈ പറയേ. ഹരീഷും വണ്ടിയെടുത്ത് പോവുകയാണ്. അങ്ങനെ ആ യാത്രക്കിടയിൽ എവിടെയാ നിന്റെ ഫ്രണ്ടിന്റെ വീട് എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് പോയിട്ട് സെക്കൻഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞവളവന്റെ തോളത്ത് കൈവയ്ക്കേ. ഏയ് നീ കൈയെടുത്തേ എന്ന് ഹരീഷ് വെപ്രാളത്തോടെ പറയേ. നിന്റെ തോളത്തിങ്ങനെ കൈവച്ച് ക്രൂ ചെയ്യാൻ നല്ല സിക്കാ മച്ചാനെ എന്നവൾ പറയുന്നത് കേൾക്കെ. എന്തോന്ന് എന്ന് ഹരീഷും. നല്ല ത്രില്ലാണെന്ന് എന്നവൾ പറയേ. ദേ അത്ര ത്രില്ലൊന്നും വേണ്ട, നീ കൈയെടുത്തേ എന്ന് പറഞ്ഞവൻ കൈവിടുവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ ഒരു ചിരിയോടെ അവന്റെ വയറിൽ ചുറ്റിപ്പിടിച്ച് എന്നാ ഈ ത്രില്ലായാലോ എന്ന് ചോദിക്കേ. എടി കൈവിട്, ആളുകൾ കാണും എന്ന് ഹരീഷും. അവളും കൈവിടാതെ ചുറ്റിപ്പിടിച്ച് നിനക്ക് ഇത്ര ധൈര്യമുള്ളൂ? ഞാൻ വിചാരിച്ചു ഞാൻ നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോ നീ ബൈക്ക് പറപ്പിച്ച് ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കുമെന്ന് എന്നവൾ പറയേ. നീതു കൈയെടുത്തേ എന്ന് ടെൻഷനോടെ ഹരീഷ്. നീ എന്തിനാ ഇങ്ങനെ ബുസ്സിയാവുന്നേ? അങ്ങ് നേരെ നോക്കി ഒഴിക്ക് ഹരീഷേ എന്ന് പറഞ്ഞ് അവൾ തന്റെ മുഖം ഹരീഷിന്റെ തോളത്തമർത്തുമ്പോഴേക്കും വെപ്രാളത്തോടെ കൈയെടുക്ക് നീതു എന്ന് ഹരീഷ് പറയുന്നു. പിന്നീട് സന്ധ്യയാകുമ്പോൾ നികേഷിന്റെ കൂടെ വീട്ടിലേക്ക് കയറി വരികയാണ് നിധി. ഉമ്മറത്തിരിക്കുകയായിരുന്ന അച്ഛനും ചോദിക്കുന്നുണ്ട്. മോളെ വീടൊക്കെ പണിതു കൊടുക്കാൻ തുടങ്ങിയോ? അല്ല ആ പണിക്കല്ലേ പോകുന്നത്? എന്താ അതിന്റെ പേര്? അന്റാർട്ടിക്കയോ എന്ന് അച്ഛൻ ചോദിക്കുക ചിരിയോടെ. ആർക്കിടെക്ട് എന്ന് നിധിയും. ആ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അപ്പൊ ഇനി വീടുകളൊക്കെ പണിതു തുടങ്ങുമല്ലേ എന്ന് അച്ഛൻ ചോദിക്കുക ചിരിയോടെ. അതെ, ഈ സ്ഥലം സ്വന്തം സ്ഥലമാണെന്ന് എഴുതി വാങ്ങി പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്നെ കാണിക്കേ. ഞാൻ ഇതിനു പകരം നല്ലൊരു ഡിസൈൻ ചെയ്തു തരാം കേട്ടോ
എന്നവൾ പറയേ, അതിനിത് എന്റെ വീട് തന്നെയല്ലേ, ഞാൻ ആരുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിക്കാനാ എന്ന് അച്ഛനും. അത് കേൾക്കെ മറുപടിയൊന്നും പറയാതെ അകത്തേക്ക് കയറി പോകുകയാ നിധിയും നികേഷും. തളത്തിലേക്കെത്തിയ അവരോടായി അങ്ങോട്ട് വന്ന സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്, അച്ഛൻ വിചാരിച്ച ഇത് എഴുതി കിട്ടുമെന്നാണ് വിചാരം എന്ന് ചോദിക്കേ, കിട്ടിയാ പുതിയതൊന്നും പണിയാലോ എന്ന് നിധിയും. മോൾക്ക് ചായ വേണോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ, വേണം, ഞാൻ അപ്പോഴേക്കും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞവൾ റൂമിലേക്ക് പോവുകയാണ്. പിന്നീട് ഫ്രഷ് ആയി വന്ന അവൾക്കും നികേഷിനും ചായ കൊണ്ടു കൊടുക്കുക സുഭാഷ് ഏട്ടൻ. ബസ്സിൽ പോകുന്നതൊക്കെ ഓക്കെയാണോ മോളെ എന്ന് സുഭാഷ് ചോദിക്കേ, അതെന്താ അങ്ങനെ ചോദിച്ചേ എന്ന് നിധിയും. ആ ബസ്സിൽ നല്ല തിരക്കായിരുന്നു സുഭാഷ് ഏട്ടാ, ഏടത്തി വരുമ്പോ ഞാൻ കണ്ടതല്ല, നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നേ എന്ന് നികേഷ് പറയേ, അതിനെന്തെങ്കിലും വഴി കണ്ടെത്താം നമുക്ക് എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും, ഏയ് അതിനുള്ള വഴിയല്ലേ ഞാൻ പറഞ്ഞേ എന്ന് ചോദിച്ചുകൊണ്ട് സുധീഷും അങ്ങോട്ടും കയറി വരും. ദിവസവും രാവിലെയും വൈകിട്ടും ഞാൻ ഡ്രോപ്പ് ചെയ്തോളാമെന്ന് എന്ന് പറഞ്ഞ് നിധിയോടായി, നിധി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നെന്റെ പെർഫോമൻസ് എന്നവൻ സന്തോഷത്തോടെ ചോദിക്കേ. നിധിയും ചായക്കപ്പ് ടേബിളിൽ വെച്ച് അവന്റെ അരികിൽ വന്ന് ദേഷ്യത്തോടെ കൈകെട്ടി നിന്ന് അവന് നോക്കി നിൽപ്പാ. ഓഫീസിലെ ആളുകളൊക്കെ ഞെട്ടി കാണുമല്ലേ, മാസ് എൻട്രി ആയിരുന്നില്ലേ എന്റേത്. ദേ ഇനി ആരും ഇയാളെ ഒരു വാക്ക് പോലും ചീത്ത പറയില്ല. എല്ലാവർക്കും ഇയാളുടെ മേൽ ഒരു പേടി വന്നു കാണും. അല്ല അത് വേണം, ഈ കുട്ടി എന്തെങ്കിലും പറഞ്ഞാൽ ചോദിക്കാൻ ആളുണ്ടല്ലോ എന്നൊരു പേടി വേണം, അല്ലെങ്കിലേ കുഴപ്പമാ എന്ന് സുധീഷ് പറയേ. നീ എന്തൊക്കെയാടേ പറയുന്നേ എന്ന് സുഭാഷ് ഏട്ടൻ. ഇന്ന് രാവിലെ പറഞ്ഞില്ലേ സുഭാഷ് ഏട്ടാ, ഓഫീസിലെ ഒരു ചെറിയൻ എപ്പോഴും നിധിയെ വഴക്ക് പറയാറുണ്ടെന്ന്. ഇന്ന് ഞാൻ നിധിയെ ഫോണിൽ വെച്ച് സംസാരിക്കുമ്പോൾ അയാൾ പുറകിൽ നിന്ന് വീണ്ടും നിധിയെ ചീത്ത വിളിക്കുന്നു. എനിക്കങ്ങോട്ട് കാലി ഇളകി നേരെ വണ്ടിയെടുത്ത് ഒറ്റ വീടിലെ ഓഫീസിലേക്ക്. എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കി പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു എന്നവൻ പറയുന്നത് കേൾക്കേ, സുധീഷേട്ടൻ എടുത്തിട്ട് ഓഫീസിൽ പോയോ എന്ന് അമ്പരപ്പോടെ നികേഷൻ ചോദിക്കും. നിധി അപ്പോഴും കൈ പിണച്ചു കെട്ടി സുധീഷിനെ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽപ്പാ. ആ പോയിന്നേ എന്ന് സുധീഷ് സമ്മതിക്കേ. അത് നികേഷേ, സാറിന്നേ എന്റെ ഓഫീസിലേക്ക് വന്നിരുന്നു. എന്റെ സീനിയേഴ്സിന്റെ മുഖത്ത് നോക്കി വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുകയും ചെയ്തു. എന്തൊരു ഷോ ആയിരുന്നു എന്ന് നിധി പറയേ. പക്ഷേ ഓഫീസിലുള്ളവരെല്ലാം ഞെട്ടിയില്ലേ. അത് ശരിയല്ലേ എന്ന് സുധീഷും. അത് കേൾക്കെ നിധിയും ദേഷ്യത്തോടെ, തനിക്ക് വിവരമുണ്ടോടാ, പോത്തുപോലെ വളർന്നല്ലോ, ഒരാൾ ജോലി എടുക്കുന്ന സ്ഥലത്ത് വന്ന് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഏതാണ് സ്ഥലമെന്ന് മനസ്സിലാക്കാതെ എവിടെയും ചെന്ന് കയറി റൗഡിത്തരം കാണിക്കാമെന്നാണോ വിചാരം എന്നവൾ ചീത്ത വിളിക്കുന്നത് കേൾക്കെ ഉമ്മറത്ത് ബീഡിയും വലിച്ചിരിക്കുകയായിരുന്ന അച്ഛനും, കാറസ്തരത്തിൻ ഗുരു പാലിലിട്ട യുഗാന്തരെ കയ്പ് ശമപ്പതുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഓഫീസിൽ അത്രയും പേരിയ്ക്കുമ്പോൾ അവിടെ വന്ന് ബഹളം വെച്ച് സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. എന്നോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ വന്നത്? അവിടേക്ക് വരാൻ നിങ്ങൾക്ക് ആരാ റൈറ്റ്സ് തന്നത്? എന്നെ പിക്കപ്പും ഡ്രോപ്പും ചെയ്യുന്നത് പോലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞതല്ലേ. അങ്ങനെയുള്ളപ്പോഴാ ഓഫീസിലേക്ക് കയറി വന്ന് സ്വന്തം ഇഷ്ടത്തിന് ചീത്ത വിളിക്കുന്നത്. ഓഫീസിൽ ആരെയോ ചീത്ത വിളിക്കുന്നത് ഫോണിലൂടെ കേട്ടു. അത് എന്നെയാണെന്ന് ഉറപ്പിച്ച് കയറി വന്നിരിക്കുന്നു. ഒന്നാമത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ വിളിച്ച് ശല്യം ചെയ്യുന്നത്? ഇനി അഥവാ വിളിച്ച തന്നെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളിൽ എന്തിനാ ഇടപെടുന്നത്? ഓഫീസിൽ എന്റെ മാനേജർ എന്നെ ശകാരിക്കും. അതിന് നിങ്ങൾക്കെന്താ? അത് ചോദിക്കാൻ നിങ്ങളാരാ, എന്റെ GMO എന്നവൾ ചോദിക്കുന്നത് കേൾക്കെ ഒന്നും പറയാനാവാതെ ടെൻഷനോടെ തല കുനിച്ച് നിൽപ്പാ സുധീഷും. ഉമ്മറത്തിരിക്കുന്ന അച്ഛനും വിവരദോഷി എന്ന് വിളിച്ചു പറയുന്നുണ്ട്. നിധി വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്ത കാര്യം കൊണ്ട് എന്റെ ജോലി പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതെങ്കിലും ഒന്ന് ആലോചിച്ചൂടായിരുന്നോ? കുറച്ചെങ്കിലും ഒരു കോമൺ സെൻസ് വേണ്ടേ? നിങ്ങൾക്കങ്ങ് ബഹളമുണ്ടാക്കി പോയാൽ മതി. അത് എനിക്കുണ്ടാക്കുന്ന നാണക്കേടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അവിടെ ആളുകളെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ചിന്തിച്ചോ? എങ്ങനെ ജോലി എടുക്കുമെന്ന് വിചാരിച്ചോ? മനസ്സിലായി, നിങ്ങളും എന്റെ അച്ഛനും തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ ജോലിക്ക് പോകരുത്, വീട്ടിലിരിക്കണമെന്ന് അച്ഛൻ പറയുന്നു. അത് തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത് അല്ലേ എന്ന് നിധി ചോദിക്കേ. അയ്യോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്ന് ടെൻഷനോടെ സുധീഷും. പിന്നെ എന്തിനാ അങ്ങോട്ട് വന്നത് എന്നവൾ ഒച്ചവെക്കേ. അത് ആ സമയത്ത് പെട്ടെന്ന് എന്ന് പതർച്ചയോടെ സുധീഷ് പറയുമ്പോഴേക്കും, ഞാൻ നിങ്ങളെ വിളിച്ചോ? വേഗം വന്ന് എനിക്ക് വേണ്ടി 4 വാക്ക് ചോദിക്കുന്നേ ഞാൻ നിങ്ങളെ വിളിച്ച് പറഞ്ഞോ എന്നവൾ ചോദിക്കേ. ഇല്ലെന്നവൻ തലയാട്ടുകയാ. നിങ്ങൾക്ക് ഷോ കാണിച്ച് പോയാൽ മതിയല്ലോ. കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ജോലി പോവാതെ നോക്കിയത് ഞാനാ. എനിക്കിതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്ന് നിധി ഒച്ചവെക്കേ. അങ്ങനെ എന്നെ മാത്രം കുറ്റം പറയൊന്നും വേണ്ട. ആ ആള് ഇയാളെ ചീത്ത വിളിക്കുന്നത് ഞാൻ കേട്ടതാ. നിധിക്ക് ഈ ജോലി പ്രധാന, അതെനിക്കറിയാം. പക്ഷേ അതിനുവേണ്ടി ചീത്ത കേട്ട് ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അതിന് സമ്മതിക്കൂല എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, നിർത്തടോ, ഇനിയൊരു അക്ഷരം മിണ്ടിപ്പോവരുത്. ഒന്നാമതായി സാർ എന്നെയല്ല ചീത്ത വിളിച്ചത്. മേശപ്പുറത്തിരുന്ന ചോറ്റുപാത്രം കൈ തട്ടി അയാളുടെ ദേഹത്ത് വീണു. അത് തട്ടിയിട്ട ആളെയാണ് സാറ് ചീത്ത വിളിച്ചത്. അത് കേട്ട് അത് എന്നെ തന്നെയാണെന്ന് കരുതിയത് തന്റെ തെറ്റ്. മനസ്സിലായോ എന്ന് നിധി ചോദിക്കുന്നത് കേൾക്കെ പൊട്ടൻ എന്ന് അച്ഛനും വിളിച്ചു പറയുന്നുണ്ട്. രണ്ടാമത്, ഇനി അഥവാ എന്നെയാണ് ചീത്ത വിളിച്ചതെങ്കിലും അവിടെ വന്ന് ചോദിക്കാൻ തനിക്ക് യാതൊരു അവകാശവുമില്ല എന്നൊക്കെ നിധി പറയുന്നത് കേട്ട് തല കുനിച്ച് നിൽക്കുക സുധീഷും. കയറി വന്ന് നിധിയെ ആരാ ചീത്ത വിളിച്ചതെന്ന് ചോദിക്കാൻ വന്നിരിക്കുന്നു. അതിനാരാ നിങ്ങളെ? ദയവ് ചെയ്ത് മിണ്ടാതെ പോവാൻ ഞാൻ പറഞ്ഞതല്ലേ. കേട്ടോ നിങ്ങള്, അല്പമെങ്കിലും ബുദ്ധി വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് സുധീഷിനെ കുറെ ചീത്ത വിളിക്കേ. ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് സുധീഷും. എല്ലാം കഴിഞ്ഞവൾ സുഭാഷേട്ടൻ നേരെ തിരിഞ്ഞ്, സോറി സുഭാഷേട്ടാ, എനിക്ക് അത്രമാത്രം അപമാനമായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജോലി കിട്ടിയ ദിവസങ്ങളാവുമ്പോഴേക്കും ഇങ്ങനൊന്നും അവിടെ നടന്നു എനിക്കവിടെ എന്ത് വിലയാ ഉണ്ടാവുക? ആ ഒറ്റ കാരണം കൊണ്ട് അവർക്ക് എന്നെ പറഞ്ഞു വിടാമായിരുന്നു. ഇതിനു വേണ്ടിയാണോ സുഭാഷേട്ടാ ഈ റിസ്ക് ഒക്കെ എടുത്ത് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നത് എന്നവൾ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ചോദിക്കേ. സുധീഷേട്ടാ എന്തൊക്കെ ഈ കാണിക്കുന്നത്? കേൾക്കുമ്പോ തന്നെ ഒരുമാതിരി നാണക്കേട് തോന്നുക.
ഒരാള് ജോലി ചെയ്യുന്ന ഓഫീസിൽ പോയി ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് നികേഷ് ചോദിക്കണ കേട്ട് അങ്ങനെ ചോദിക്കും നികേഷേ. എത്രയൊക്കെ ശ്രമിച്ചിട്ടാ ഇങ്ങനെയൊരു ജോലി കിട്ടിയത്? ആ ജോലിയെ നമ്മൾ മാനിക്കണ്ടേ? ആളെ കൂട്ടി വന്ന് ഭീഷണിപ്പെടുത്താണോന്നാ മാനേജർ ചോദിച്ചത്. അപ്പൊ ഞാൻ എങ്ങനെയുള്ള ആളായി എന്ന് ടെൻഷനോടെ നിധി ചോദിക്കേ. നിധി പറഞ്ഞത് ശരിയാ സുധീഷേ. ദേ, നീ ചെയ്തത് ശരിക്കും പോക്രിത്തരമായി പോയി. നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞു വെറുതെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി കോമാളി കളി കളിക്കരുതെന്ന്. ഇതിപ്പോ നീ കോമാളിയായെന്ന് മാത്രമല്ല നിധിയെ നാണം കെടുത്തുകയും ചെയ്തു എന്ന് സുഭാഷ് വഴക്ക് പറയേ. അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൂ സുഭാഷ് എന്ന് പറഞ്ഞ് സുധീഷിനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിധി തന്റെ റൂമിലേക്ക് ചെന്ന് ഡോർ അടയ്ക്കുകയാ. സുധീഷും ദേഷ്യത്തോടെയും ടെൻഷനോടെയും ആ ചെയറിലിരിക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടനും അങ്ങോട്ട് ചെന്ന് എടാ സുധീഷേ, ആ കുട്ടി പറയുന്നത് എന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്കിപ്പോ ആര് പറയുന്നതും കേൾക്കണ്ട എന്നവൻ ദേഷ്യത്തോടെ ഒച്ചവെക്കെ. ബെസ്റ്റ്, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് സുധീഷ് ഏട്ടനല്ലേ? എന്നിട്ട് ദേഷ്യപ്പെടുന്നത് ഏട്ടന് നേരെ. ബെസ്റ്റ് എന്നവൻ പറയുന്നത് കേട്ട് എടാ ചെക്ക നിന്നെ ഞാൻ എന്ന് സുധീഷും ദേഷ്യത്തോടെ പറയുന്നു. അപ്പോഴാണ് ജോലി കഴിഞ്ഞ് അങ്ങോട്ട് വന്ന ഹരീഷും അവരെല്ലാം കണ്ട് എന്തുപറ്റി, ഒരു ലഹള കഴിഞ്ഞ മൂടുണ്ടല്ലോ എന്ന് ചോദിക്കേ. ഇന്ന് സുധീഷ് ഏട്ടന്റെ വക ഒരു ഗംഭീര പെർഫോമൻസ് ഉണ്ടായിരുന്നു എന്ന് നികേഷും പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഏട്ടത്തിയെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഓഫീസിലെ ആരെയോ ചീത്ത വിളിക്കുന്നത് കേട്ടു. അത് ഏട്ടത്തിയാണെന്ന് തെറ്റിദ്ധരിച്ച് നേരെ ഓഫീസിലേക്ക് ചെന്ന് അവിടെയുള്ള എല്ലാവരെയും ചീത്ത വിളിച്ചിരിക്കുന്നു. ഏട്ടത്തിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ദേ, ഇപ്പൊ അതിനുള്ളത് ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടിയതേ ഉള്ളൂ എന്ന് നികേഷ് പറയേ. എടാ, അവളുടെ ഭാഗത്തുനിന്ന് നോക്കിയാ നീ ചെയ്തതാണ് തെറ്റ്. എടാ, നീ എന്തിനാ അവളുടെ ഓഫീസിൽ പോകുന്നേ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. ഹരീഷും ചിരിയോടെ പറയുന്നുണ്ട്, വലിയ ഹീറോ ആണെന്നല്ല വിചാരം, ജീവിതം സിനിമയാണെന്ന് വിചാരിച്ച് നടക്കുന്ന മണ്ടന്മാര് ഇതല്ല ഇതിന്റെ അപ്പുറം കാണിക്കും. അതുകൾക്ക് സുധീഷും ദേഷ്യത്തോടെ എഴുന്നേറ്റ് ആരടാ മണ്ടൻ എന്ന് ചോദിച്ച് അവനെ കരണത്തടിക്കുമ്പോഴേക്കും അവനും കസേരയിലേക്ക് മറിഞ്ഞു വീഴുകയാണ്. ഹരീഷും അവിടുന്ന് എഴുന്നേറ്റ് ദേഷ്യത്തോടെ സുധീഷിനെയും അടിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ അടിപിടിയാവുമ്പോഴേക്കും അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ് സുഭാഷ് ഏട്ടനും നികേഷുമല്ല. അങ്ങനെ ഒടുവിൽ അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റിക്കൊണ്ട് എടാ നിർത്തടാ, ഒന്ന് അടങ്ങ്, ഇനി ഇതുകൂടി ആ കുട്ടി കാണണ്ടെന്ന് സുഭാഷ് ഏട്ടൻ വഴക്കു പറയേ. സുഭാഷ് ഏട്ടാ ഇവനാ എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും അവന് നേരെ ചെല്ലുന്നുണ്ട്. സുഭാഷും സുധീഷിനെ പിടിച്ചു നിർത്തുമ്പോഴേക്കും എടോ തനിക്ക് വല്ല വിവരമുണ്ടോ? മൊത്തം ബിൽഡപ്പാ. ആദ്യം ഒരു പെണ്ണിന്റെ അടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലാക്കും. വിവരം കെട്ട മനുഷ്യൻ എന്ന് ഹരീഷ് പറയേ. ഓ പിന്നെ നിനക്കാണല്ലോ വിവരം മുഴുവൻ. അന്ന് വഴിയിൽ തലയിൽ കുപ്പത്തൊട്ട് ചിരിച്ചവൾ പോയതേ നിനക്ക് ഭയങ്കര വിവരമുള്ളത് കൊണ്ടാണ്. ഡാ, അന്ന് നീ എന്താ പറഞ്ഞേ? ഒരു പെൺകുട്ടിയെ നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല, എന്നിട്ട് നീ തന്നെ എന്നെ ഉപദേശിക്കണം എന്ന് സുധീഷ് വിളിച്ചു പറയേ. എന്റെ കാര്യമൊക്കെ ഞാൻ സമ്മതിച്ചു, പക്ഷെ താനോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, ഇപ്പോഴും ചീത്തവിളി കേൾക്കാനല്ലേ വിധിയുള്ളൂ. ഇക്കണക്കിന് പോയാലേ ഒരു കാലത്തും തന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്നവൻ പരിഹസിക്കുന്നത് കേൾക്കെ ഏയ് ഏട്ടാ എന്ന് വിളിച്ച് നികേഷും തടയുന്നുണ്ടെങ്കിലും ഇയാളെ ആരും ഇഷ്ടപ്പെടാനും പോകുന്നില്ലടാ എന്ന് ഹരീഷും. ഒന്ന് പോടാപ്പ അവിടുന്ന്, ഈ ലോകത്തുള്ളവർ മുഴുവൻ നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ദേ, ആ വീടിന്റെ മുറ്റത്തേക്ക് അങ്ങോട്ട് നോക്ക്, നിന്നെ ഇഷ്ടമുള്ളവർ മുഴുവൻ ക്യൂവിൽ അങ്ങ് നിൽക്കും, അവൻ എന്നെ ഉപദേശിക്കാൻ വരുന്നു എന്നൊക്കെ സുധീഷും വിളിച്ചു പറയുമ്പോഴേക്കും ഒന്ന് നിർത്താമോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. സുധീഷും ടെൻഷനോടെയും ദേഷ്യത്തോടെയും ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഒരു വീടാണോടാ? ഇവിടെ ആർക്കെങ്കിലും എന്റെ ഫീലിങ്സ് ഇതുവരെ മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് വെച്ച് എല്ലാവരും എന്നെ പരിഹസിക്കല്ലാതെ എന്തിനെങ്കിലും നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ നിന്നിട്ടുണ്ടോ എന്നവൻ ഒച്ചവെച്ച് ചോദിക്കുന്നത് കേൾക്കെ. പണ്ടൊരിക്കൽ അങ്ങാടിയിലെ തോറ്റുപോയതിന് ഇന്നൊരിക്കൽ അമ്മാവന്റെ മെക്കത്ത് കയറുന്നു എന്ന് അച്ഛൻ അവിടെ ഇരുന്ന് പാട്ട് പാടുന്നുണ്ട്. ഹരീഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എടോ എങ്ങനെ നിൽക്കും? സ്വന്തം കാര്യമില്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യം നോക്കിയിട്ടുണ്ടോ? എടോ നിങ്ങളെ പോലൊരു സ്വാർത്ഥൻ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവോ? ഇല്ല എന്നവൻ പറയുന്നത് കേൾക്കെ സുധീഷും ദേഷ്യത്തോടെ അവനെ ചവിട്ടാനായുന്നുണ്ടെങ്കിൽ ഹരീഷ് അവന്റെ കാലിൽ പിടിച്ചു വലിക്കെ സുധീഷ് നിലത്തേക്ക് മറിഞ്ഞു വീഴുകയാണ്. ഹരീഷ് ചെന്ന് സുധീഷിനെ പിടിച്ചു മാറ്റുമ്പോഴേക്കും നികേഷ് ഹരീഷിനെയും പിടിച്ചു മാറ്റുന്നുണ്ട്. സുധീഷും ദേഷ്യത്തോടെ സുഭാഷേട്ടന്റെ പിടിപിടിവിച്ച് നിർത്ത്, ഇങ്ങനെ കാലുവാരി നിലത്ത് തല്ലിയിടുന്ന ആൾക്കാരുള്ള വീട്ടിൽ നിൽക്കാതിരിക്കുന്നതാണ്. പുറത്ത് റോഡിൽ കിടക്കുന്നവരും ഇവിടെയുള്ളവരും തമ്മിൽ എന്ത് വ്യത്യാസമാ ഉള്ളത് എന്നൊച്ച വെച്ച് പോടാ എന്ന് ഹരീഷിനെ ചീത്ത വിളിച്ചുകൊണ്ട് സുധീഷ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ദേഷ്യത്തോടെ അവൻ ഉമ്മറത്തേക്ക് വന്ന് നിൽക്കുമ്പോഴേക്കും അച്ഛൻ അവിടുത്തെ കട്ടിലിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദേഷ്യത്തോടെയും ടെൻഷനോടെയും അവൻ തൂണും ചാരി നിൽക്കണ കണ്ട് അച്ഛൻ പാട്ട് പാടുന്നുണ്ട്. കാത്തു സൂക്ഷിച്ചിരുന്നു ഒരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്താറായി എന്ന്. അതുകൾക്ക് സുധീഷും ദേഷ്യത്തോടെ അതെ നിങ്ങളുടെ ഈ ഒടുവിലത്തെ മേക്കെട്ട് കയറ്റം ഒന്ന് നിർത്തുന്നുണ്ടോ? അയാളുടെ ഒരു തിന്തോ എന്ന് പറയേ. നീ എന്തിനാടാ അതിനെ മേക്കെട്ട് കയറുന്നേ എന്ന് അച്ഛനും ചോദിക്കുക. ദേ ഞാനാകെ കൈവിട്ട് നിൽക്കുക കേട്ടോ. ഇതിനിടയിൽ എന്നെ കൂത്തിയിളക്കാൻ ഉണ്ടാക്കിയ ആ പാട്ടുണ്ടല്ലോ അതിപ്പോ നിർത്തിക്കോണം എന്ന് സുധീഷ് ഒച്ചവെക്കേ. ഡാ, എന്റെ പാട്ട് എന്റെ ക്രിയേറ്റിവിറ്റിയാ, ഞാൻ പാട്ടുണ്ടാക്കും, അത് ഞാൻ പാടും, അത് എന്റെ ഇഷ്ടമാ എന്നച്ഛൻ പറയുന്നവൾക്ക് ദേഷ്യത്തോടെ സുധീഷ് നിൽക്കേ. അച്ഛൻ വീണ്ടും അവനെ ദേഷ്യം പിടിപ്പിക്കാനായി പാട്ട് പാടുകയാ. സുധീഷും അത് കേട്ട് ദേഷ്യത്തോടെ അച്ഛനെ നോക്കി പല്ല് ഞെരിക്കുമ്പോഴേക്കും ഡാ, അണപ്പല്ല് ഞെരിച്ച് പൊട്ടിക്കില്ലേ മോനെ? ഇത്രയും നേരം ഇടം വലവും പടപടാന്നുള്ള വായ്ത്തല കേട്ട് വന്നതല്ല, തിരിച്ചു മിണ്ടാൻ തോന്നിയോ? ഇല്ലല്ലോ. എന്നിട്ടിപ്പോ ഞാൻ രണ്ടുപേരും മൊളിയപ്പോ നിനക്ക് ഇങ്ങനെ തരിച്ചു കയറിയില്ലേ
എന്താടാ എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ എന്നവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് അച്ഛൻ ചോദിക്കുക. സുധീഷ് ഒന്നും മിണ്ടാതെ അച്ഛനെ ദേഷ്യത്തോടെ നോക്കി നിൽപ്പാം. നിന്റെ ശൗര്യം എന്റെ നേരെ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ, അകത്ത് കാണിക്കാൻ പറ്റില്ല. അതിന്റെ അർത്ഥം ആ കുട്ടിയെ പോയി തല്ലണമെന്നല്ല. നിന്റെ ഏരണം കെട്ട ബുദ്ധി വെച്ച് അങ്ങനെ ചെയ്യാൻ നിക്കല്ലെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് 4-5 മാസമായി, എന്നിട്ടും അവളുടെ ചീത്ത കേൾക്കാനേ യോഗമുള്ളൂ. നാണം കെട്ടവൻ എന്നച്ഛൻ പറയേ. സുധീഷും ദേഷ്യത്തോടെ അതെ എന്റെ സമനില പോയി നിൽക്കാണ് കേട്ടോ, പറഞ്ഞേക്കാം എന്നവനും പറയുന്നുണ്ട്. എന്നാ ചെല്ലടാ ആ അമ്പലക്കുളത്തിൽ പോയി കുറച്ചു നേരം മുങ്ങിക്കിടക്ക് എന്ന് പറഞ്ഞ് കട്ടിലേക്ക് വന്നിരുന്ന് ബീഡി എടുത്തുകൊണ്ട്, എടാ നിന്റെ പ്രായത്തിലെ എന്റെ ഭാര്യയ്ക്ക് എന്ത് വേണം വേണ്ട എന്ന് അറിഞ്ഞു പെരുമാറുന്നവനായിരുന്നു ഞാൻ. സ്ഥലം, സന്ദർഭം, സാഹചര്യം അതിനനുസരിച്ച് പെരുമാറണം പുരുഷൻ എന്ന് പറഞ്ഞച്ഛൻ ബീഡിക്ക് തീ കൊളുത്തുകയാ. സ്ത്രീകളെ അങ്ങനെ അവരെ മനസ്സിലാക്കുന്നതും അംഗീകരിക്കുന്നതും എന്നച്ഛൻ പറയേ. ദേ നിങ്ങളുടെ യോഗ്യത അധികം വിശദീകരിക്കൊന്നും വേണ്ട, അതെനിക്ക് അറിയാവുന്ന കാര്യമായെന്ന് സുധീഷും. എന്റെ യോഗ്യത നീ അളക്കണ്ട, നീ ആദ്യം പോയി മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കും. അലവലാതി എന്നച്ഛൻ പറയുന്നത് കേൾക്കെ സുധീഷും ദേഷ്യത്തോടെ അച്ഛന്റെ അരികിലേക്ക് വന്ന്, ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? 4-5 മാസമായി ഞാൻ എപ്പോഴും ചീത്ത കേട്ടുകൊണ്ടിരിക്കുക, അത് ശരിയാ. പക്ഷേ ഈ നാള് മുഴുവൻ ഞാൻ എത്രമാത്രം അവളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ എന്നവൻ ടെൻഷനോടെ പറയേ. എടാ നിന്റെ ഈ നാടകം കളി കൊണ്ടൊന്നും പെണ്ണിന്റെ മനസ്സിൽ കയറാൻ പറ്റില്ല മോനെ എന്ന് അച്ഛനും പറയുകയാ. എനിക്ക് ഇതേ അറിയൂ, എങ്ങനെയേ പറ്റൂ. അവളെ ഒരാളെ പബ്ലിക്കായി ചീത്ത വിളിക്കാന്ന് തോന്നിയപ്പോ എനിക്കങ്ങ് നൊന്തു. ഞാൻ പോയത് ചോദിക്കാൻ ചെയ്തു. ആ സ്ഥലവും സന്ദർഭവും സാഹചര്യമൊന്നും എനിക്കപ്പോ ആലോചിക്കാനേ തോന്നിയില്ല. എന്റെ മനസ്സ് ഒരാൾക്കെങ്കിലും ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതെങ്ങനെയാ ഈ വീട്ടിലുള്ള എല്ലാവരും ഒരുപോലെ ആവുന്നത് എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ചീത്ത, ഇവിടെ പാട്ട്, നരകമാണിത്, നരകം എന്ന് പറഞ്ഞവൻ ദേഷ്യത്തോടെ അവിടെ നിറങ്ങി പോകുമ്പോഴേക്കും ഒരു ദീർഘനിശ്വാസത്തോടെ പാവം എന്ന് പറഞ്ഞ് ബീഡിയും വലിച്ചിരിപ്പ അച്ഛനും. പിന്നീട് രാവിലെയാകുമ്പോൾ ഹരീഷും നികേഷും അവിടെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിധി അവിടെ ടാപ്പിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുക. സുഭാഷ് ചായയുമായി അങ്ങോട്ട് വന്ന്, എടാ ഒന്ന് മതിയാക്കടാ എന്ന് പറഞ്ഞ് എല്ലാവർക്കും ചായ കൊടുക്കുക. സുഭാഷ് ഏട്ടാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ എന്ന് നിധി ചോദിക്കെ. ദോശയ്ക്ക് അരച്ചു വെച്ചിട്ടുണ്ട്, ഇത്തിരി സ്റ്റ്യൂ ഉണ്ടാക്കി മസാല ദോശയാക്കാം, എന്താ എന്ന് സുഭാഷ് ചോദിക്കെ. മസാല ദോശ അത് കൊള്ളാമെന്ന് നികേഷ്. എന്നാ ഞാൻ ദോശ ഉണ്ടാക്കാം എന്ന് നിധി പറയേ. ഏയ് അതൊന്നും വേണ്ട, സൺഡേ അല്ലേ, മോള് റെസ്റ്റ് എടുക്ക് എന്ന് സുഭാഷ് ഏട്ടൻ. അപ്പൊ സുഭാഷ് ഏട്ടന് റെസ്റ്റ് ഒന്നും വേണ്ടേ എന്ന് നിധി ചോദിക്കെ. എനിക്കെന്ത് സൺഡേ, എനിക്ക് എല്ലാ ദിവസവും ഒരുപോലെയല്ലേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കെ. എന്ന് ആദ്യം സ്വസ്ഥമായിട്ടിരുന്ന് ചായ കുടിക്കാം, എന്നിട്ട് ആലോചിക്കാം ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് എന്ന് നിധിയും. എല്ലാവരും സന്തോഷത്തോടെ ചായ കുടിച്ചുകൊണ്ടിരിക്കെ നിധി, ഇന്നലത്തെ സംഭവം കൊണ്ട് ജോലിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുക. ഇല്ല, അതൊക്കെ അപ്പൊ തന്നെ സംസാരിച്ചു തീർന്നു എന്ന് നിധി പറയേ. എന്നാലും സുധീഷ് ഏട്ടൻ കാണിച്ചത് പോക്രിത്തരമായല്ലേ എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. വിടടാ, അവനൊരു ഒറ്റ ബുദ്ധിയാണെന്ന് നിനക്കറിയില്ലേ. ഫോണിലൂടെ ആരോ നിധിയെ ചീത്ത പറയുന്നത് കേട്ടപ്പോ അവന് ദേഷ്യം വന്നു കാണും എന്ന് സുഭാഷ് പറയേ. എന്നാലും ഏടത്തിയോട് ചോദിക്കല്ലേ വേണ്ടത്, നേരെ പോയിട്ട് ലഹള ഉണ്ടാക്കണോ എന്ന് ഹരീഷും. ഇനി അത് തന്നെ പറയണ്ട, അവൻ ഇന്നലെ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് സുഭാഷ് പറയേ. അതുകൊണ്ടായിരിക്കും രാത്രി വീട്ടിലേക്ക് വരാത്തത് എന്ന് നികേഷും. അത് കേൾക്കെ അമ്പലപ്പോടെ, അപ്പോ ഇന്നലെ പോയിട്ട് വന്നില്ലേ എന്ന് നിധിയും. അതെങ്ങനെയാ, വഴക്കുണ്ടാക്കിയാ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും, പിന്നെ വണ്ടി കിടന്നുറങ്ങും, പിറ്റേ ദിവസമേ വരൂ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും, നികേഷേ നീ അവനെ ഒന്ന് വിളിച്ചു നോക്ക്, അവൻ എവിടെയാണെന്ന് അറിയാലോ എന്ന് സുഭാഷ് പറയേ. അത് സംബന്ധിച്ച് നികേഷ് വിളിക്കാനായി തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കണോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. വേണ്ടെടത്തി, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് നികേഷ് നടന്നു നീങ്ങെ. എടാ നീ എങ്ങോട്ടടാ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. ഇവിടെ റേഞ്ച് ഇല്ലേട്ടാന്ന് പറഞ്ഞ് നികേഷ് കുറച്ചപ്പുറത്തേക്ക് മാറി നിന്ന് സുധീഷിനെ വിളിക്കുക. ടെൻഷനോടെ അവനെ നോക്കിയിരിക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ടാക്സിയിൽ കിടന്നുറങ്ങുകയായിരുന്ന സുധീഷ് നികേഷിന്റെ വിളി കേട്ടുണർന്ന് പെട്ടെന്ന് വണ്ടിയെടുക്കുമ്പോഴേക്കും എതിരെ വന്ന ബൈക്കുമായി ആക്സിഡന്റ് ആവുകയും SP-യുടെ മകനെ നടു റോഡിൽ കാറടിച്ച് കൊല്ലാൻ നോക്കിയെന്നാരോപിച്ച് സുധീഷിനെ സ്റ്റേഷനിൽ പിടിച്ചിരുന്നതും ആ വാർത്തയറിഞ്ഞ് സുഭാഷും ഹരീഷും സുധീഷിന്റെ ട്രാവൽസ് ഓണർ തോമസ് ചേട്ടനുമെല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതുമാണ് അടുത്ത എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.